ഇന്നത്തെ വചനം സങ്കീർത്തനം 33:4 യഹോവയുടെ വചനം നേരുള്ളത്, അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 32 ദൈവത്തിൻ്റെ ദയ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സങ്കീർത്തനം 33 ആ ദയയുടെ അടിസ്ഥാനം എന്തെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനവും പ്രവൃത്തിയുമാണ്. 2 തൂണുകൾ, വചനം നേരുള്ളത്, റൈറ്റ്, സ്ട്രെയിറ്റ് ആൻഡ് അപ്റൈറ്റ്. അതിന് വളവില്ല, പിഴവില്ല, മാറ്റമില്ല. മനുഷ്യൻ്റെ വാക്ക് മാറും, ദൈവത്തിൻ്റെ വാക്ക് നേരെ നിൽക്കും, എന്നും സ്ഥിരം മാത്രമാണ്. യെശയ്യാവ് 40:8 പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു എന്ന് നമ്മെ ബലപ്പെടുത്തുന്നു. രണ്ടാമത്തെ ഭാഗം, പ്രവൃത്തി വിശ്വസ്തതയുള്ളത്, ഫെയ്ത്ത്ഫുൾനെസ്. ദൈവം പറഞ്ഞാൽ ചെയ്തിരിക്കും, വാഗ്ദത്തം തന്നാൽ നിറവേറ്റിയിരിക്കും. വചനം കൊണ്ട് ആകാശം ഉണ്ടാക്കിയവൻ വചനം കൊണ്ട് നിന്നെയും എന്നെയും താങ്ങും. സങ്കീർത്തനം 33:6 നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ഗോഡ്സ് വേർഡ്, റൈറ്റ്, ട്രൂ ആൻഡ് ഫെയ്ത്ത്ഫുൾ. നമ്മുടെ ജീവിതം പണിയേണ്ട പാറ ഇതാണ്. വികാരങ്ങൾ മാറും, സാഹചര്യങ്ങൾ മാറും, പക്ഷേ 2 കാര്യങ്ങൾ മാറില്ല: ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വിശ്വസ്തത. സങ്കീർത്തനം 32:10 ദയ ചുറ്റിക്കൊള്ളും എന്ന് നാം കണ്ടു. എന്തുകൊണ്ട്? അതിൻ്റെ കാരണം എന്താണ്? സങ്കീർത്തനം 33:4 അവിടുന്ന് വിശ്വസ്തനാണ്. എങ്കിൽ ഇന്ന് പകൽക്കാലം ആ വിശ്വസ്തനായ ദൈവത്തെ കണ്ടുമുട്ടുന്ന ദിവസമായി മാറട്ടെ. പ്രിയമുള്ളവരെ, നേരില്ലാത്ത ലോകത്ത് നേരുള്ള വചനത്തിൽ ആശ്രയിക്കാം. വിശ്വസ്തതയില്ലാത്ത കാലത്ത് വിശ്വസ്തനായ ദൈവത്തെ മുറുകെ പിടിക്കാം. മനുഷ്യർ വാക്ക് പറയും, ഏത് സമയവും മാറും. കൂടെ നിൽക്കാമെന്ന് പറയും, മാറ്റി നിർത്തും. മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷേ ജീവനുള്ള ദൈവം, അവൻ ഊവ് എന്ന് പറഞ്ഞാൽ ഊവ് എന്ന് തന്നെയാണ്. നേരുള്ള വചനത്തിൽ ആശ്രയിക്കാം. വിശ്വസ്തതയില്ലാത്ത കാലത്ത് വിശ്വസ്തനായ ദൈവത്തെ മുറുകെ പിടിക്കാം. അതിനായി ഈ വചനം കാരണമാകട്ടെ. ഗോഡ് ബ്ലസ് യു.